കമ്മ്യൂണിറ്റി ആളുകൾ വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ ക്ലോസറ്റ് അതായത് പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ ക്ലോസറ്റ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കൊക്കെ ഉള്ള വെള്ളം അതിൽ നിന്ന് എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞിട്ടുള്ളത് നേരിട്ട് അനുഭവിച്ച ചരിത്രം വരെയുണ്ട്. നമ്മളുടെ ജീവിതം തന്നെ സമരമാണ്, ജീവിത അവസാനം വരെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലവും വീടും വേണം എന്നുള്ളൊരു ആശയത്തിലേക്ക്. നാളെ എപ്പോൾ നമ്മൾ ഒറ്റപ്പെടും എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സുപ്രീം കോടതി 2014 നാൽസ ജഡ്ജ്മെൻറ്റിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ എല്ലാ അവകാശങ്ങളോടും കൂടി സ്വീകരിക്കണം, അല്ലെങ്കിൽ മനുഷ്യരെ ചേർത്ത് നിർത്തണം എന്ന് പറയുമ്പോൾ പോലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റി ആളുകളെ ഇങ്ങനെ സൈബർ ബുള്ളിങ് നടത്തി മാനസികമായി അവരെ വിഷമിപ്പിച്ച് അവരുടെ ഇടങ്ങളിലൊക്കെ ചെന്ന് അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ച് ഇവരെ ആത്മഹത്യയിലേക്ക്, അതായത് ഇപ്പം നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 4 മക്കളവകാശികളുള്ള ഒരു സ്ഥലം വിൽക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് വലിയൊരു ആഗ്രഹം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയി എന്നുള്ളത്. എനിക്ക് ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റിയിൽ തന്നെ ജീവിക്കാൻ കഴിയണം, ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് അഭിമാനത്തോടെ പറയാനും ആഗ്രഹിക്കും. സ്വന്തമായിട്ട് ഒരു വസ്തു വാങ്ങുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ്. അത്തരത്തിൽ സ്വന്തമായിട്ട് 4.5 സെൻറ്റ് ഭൂമിക്ക് അവകാശിയായിരിക്കുകയാണ് ഫൈസൽ ഫൈസു എന്ന പ്രമുഖ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ്. എന്നാൽ ഫൈസൽ ഫൈസുവിൻ്റെ ആ ഒരു സന്തോഷം മണ്ണിന്ത്യ ചോദിച്ചു മനസ്സിലാക്കുകയാണ്, ആ ഒരു പോരാട്ടവും ജീവിതവുമെല്ലാം. അപ്പോൾ കൊച്ചി മെട്രോയിലൊക്കെ ജോലി കിട്ടിയൊരു സാഹചര്യം അറിയാലോ. ഇവിടെ 11ഓളം ട്രാൻസ്ജെൻഡേഴ്സിനെ അറസ്റ്റ് ചെയ്യുകയും വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ജോലിയില്ലാത്തതിൻ്റെ പേരിലാണ് തെരുവിൽ നിൽക്കേണ്ടി വരുന്നതെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ ഒരു വാഗ്ദാനമാണ് കൊച്ചി മെട്രോ ഇനാഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് പേരെ നമുക്ക് ജോലി സാധ്യത നമുക്ക് ഉറപ്പുവരുത്താമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാനിവിടെ കൊച്ചിയിൽ എത്തിപ്പെടുന്നത്, കൊച്ചി മെട്രോയിലെ ജോലിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് കുടുംബശ്രീ കോൺട്രാക്റ്റ്, KMRL കുടുംബശ്രീക്ക് കൊടുക്കുന്നു, കുടുംബശ്രീ വീണ്ടും സബ് കോൺട്രാക്റ്റായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് എടുക്കുന്നു. പക്ഷെ പ്രത്യേകിച്ച് ഒന്നുമില്ല, 9,000 രൂപ സാലറി, അതിൽ PFും ESI ഒക്കെ പോയി കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്നതാണ് ഈ 9,000 രൂപ. അതിൽ വാടക കണ്ടെത്തണം, ഭക്ഷണം കണ്ടെത്തണം, മറ്റു പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ട്, അതൊക്കെ കണ്ടെത്തണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷം പിന്നീട് ഞാൻ വീട്ടിൽ തന്നെയാണെങ്കിൽ പോലും വീട്ടുകാരുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഞാൻ. പക്ഷെ എന്നിരുന്നാലും കൊച്ചിയുമായിട്ട് ഞാൻ തിരിച്ചു പോകാൻ നിന്നില്ല. പിന്നീട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരുമിച്ച് ഇവിടെ ജീവിക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പം ഈ അടുത്ത സമയത്താണ് എനിക്ക് NHMൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ട്രാൻസ്ജെൻഡർ ലിങ്ക് വർക്കറായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ. സ്വാഭാവികമായിട്ട് പൊതുവേ തന്നെ ആളുകൾ ഏത് സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭയം എന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഈ ഒരു സ്ഥലം മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്വന്തം പഞ്ചായത്ത്, കടപ്പുറം പഞ്ചായത്ത് എന്ന് പറയുന്ന എൻ്റെ സ്വന്തം പഞ്ചായത്ത് എന്നെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നു. അതായത് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. അതിന് പോകുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പഞ്ചായത്ത് തലത്തിൽ ഇപ്പം ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ അലിക്ക ആണെങ്കിലും അതുപോലെ തന്നെ ഹസീന താജുദ്ദീൻ ആണെങ്കിലും ഒക്കെ തന്നെ ഞങ്ങളുടെ കടപ്പുറം പഞ്ചായത്തിൻ്റെ ഭാരവാഹികളാണ്. പ്രസിഡന്റാണ് ഹസീന താജുദ്ദീൻ. അപ്പോൾ ഇവരൊക്കെ വളരെ നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും. അതുപോലെ തന്നെ അന്ന് എന്നോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ നിൽക്കാൻ പറ്റാതെ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടോ അവരെല്ലാം നമ്മളുടെ പഞ്ചായത്തിൽ എത്തിക്കണം, അവരുടെ അവകാശങ്ങൾ കൊടുക്കാൻ, അവർക്ക് പറയുന്ന അവകാശങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, അവരെയൊക്കെ നമുക്ക് തിരിച്ചിവിടെ എത്തിക്കണം എന്നുള്ള രീതിയിൽ എന്നോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലവും വീടും കിട്ടാനായിട്ട്, കാരണം ഞങ്ങളിപ്പോൾ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. അപ്പം നാളെ ഈ ഒരു കൂട്ടുകുടുംബം എന്ന് വെച്ചാൽ 4 സെൻറ്റ് സ്ഥലവും ചെറിയൊരു വീടുമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഭാഗിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക്, അതായത് സഹോദരങ്ങൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയ്ക്ക് സ്വന്തമായിട്ടോ പോവാനായിട്ടോ ഒരിടമില്ല. ആ തുച്ഛമായിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒന്നും ചെയ്യാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു 4-5 സെൻറ്റ് സ്ഥലം വേണമെന്നും
ഒരു ചെറിയൊരു വീട് വേണമെന്ന് ഞാൻ ആദ്യകാലം മുതലേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രയത്നത്തിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ അലിക്കാട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന്. അപ്പോൾ മൻസൂർ അലിക്ക് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട് ശരിയാക്കാൻ പറ്റും, പക്ഷേ ഇത് രണ്ടും കൂടിയാകുമ്പോൾ സമയം എടുക്കുമെന്ന് പറയുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഈ ഒരു സ്വന്തമായിട്ടുള്ള ഭൂമി മേടിക്കാനുള്ള ഒരു പ്രയാണത്തിലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 4 മക്കൾ അവകാശികളുള്ള ഒരു സ്ഥലം വിൽക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് വലിയൊരു ആഗ്രഹം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയി എന്നുള്ളത്. അപ്പോൾ ആ സ്ഥലം ഞാൻ മേടിക്കുന്നു. ഇത് മേടിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ അടുത്ത ആധാരം എഴുതുന്ന സ്ഥലത്ത് പോയിട്ട് അവർ എൻട്രി ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇതിൽ മെയിൽ ഓർ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ കൊടുത്തിരിക്കുന്നത് ആധാർ കാർഡ്, ട്രാൻസ്ജെൻഡർ ആധാർ കാർഡാണ്. അപ്പൊ അത് വെച്ചിട്ട് ഈ മെയിലും ഫീമെയിലും എൻട്രി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ബദൽ സംവിധാനമായിട്ട് ഒന്നുമില്ല താനും. അവിടെ ഇങ്ങനെ വന്നതുകൊണ്ട് ബദൽ സംവിധാനം ചോദിച്ചപ്പോൾ അതൊന്നുമില്ല. പക്ഷെ ചെയ്യാവുന്ന ഒരു കാര്യം, വീട്ടിൽ വേറെ ആരുടെയെങ്കിലും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്ത് മാറുന്ന സമയത്ത് ഇത് മാറ്റി എഴുതണം. അപ്പോഴും നമ്മൾ ഭീമമായിട്ടുള്ള ഒരു തുക ചെലവാക്കണം ആധാരം മാറ്റി എഴുതണം എന്നുണ്ടെങ്കിൽ. ഇത് തന്നെ നമ്മൾ അത്താഴം തന്നെ കൊത്തുംപിടി എന്ന് പറഞ്ഞ പോലെ കണ്ടെത്തിയൊരു സംഭവമാണ്. അപ്പൊ അതിലിടയ്ക്ക് ഈ ഒരു പ്രോസസ്സ് വേണ്ട എന്നുള്ള രീതിയിൽ അപ്പൊ ഞാനിത് രജിസ്റ്റർ നടക്കില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ജില്ലാ സാമൂഹ്യനിധി ഓഫീസിലേക്ക് വിളിക്കുന്നു, എൻ്റെ കാര്യം പറയുന്നു. അതിനുശേഷം ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലേക്ക് വിളിക്കുന്നു. അവർ IT സെൽ മേധാവിക്ക് വിവരം കൈമാറുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ചേഞ്ച് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം ഒരു 3 ആഴ്ചത്തോളം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറുമെന്നും പറഞ്ഞിട്ട് മാറാതെ ആയപ്പോൾ ഞാൻ വീണ്ടും തൃശ്ശൂർ ജില്ലാ കളക്ടർക്കും തൃശ്ശൂർ ജില്ലാ സാമൂഹ്യനിധി ഓഫീസർക്കും തൃശ്ശൂർ ജില്ലാ രജിസ്ട്രാർക്കും തിരുവനന്തപുരം IT സെൽ മേധാവിക്കും ഞാൻ മെയിൽ അയക്കുന്നു, എനിക്ക് ഇങ്ങനെ കോളം മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ മാത്രം കാര്യമില്ല, കാരണം ഇപ്പോൾ നിലവിൽ ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യർ സ്വന്തമായിട്ടൊരു ഭൂമിയോ വീടോ ഇല്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നേരത്തെ ലൈഫ് മിഷൻ പദ്ധതിയിൽ 3-4 വ്യക്തികൾക്ക് സർക്കാർ വീടും സ്ഥലവും അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അനുവദിച്ചതെല്ലാം രജിസ്റ്റർ ചെയ്യാൻ പോയ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവിടെ മെയിലും ഫീമെയിലും മാത്രം ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഒരു ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. പക്ഷെ ആധാരത്തിൽ ട്രാൻസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ആ സമയത്ത് പ്രഖ്യാപിച്ച ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പലവരും ആ വഴി സ്വീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് എൻ്റെ സ്വത്വത്തിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതല്ലാതെ മറ്റൊരു ഐഡന്റിറ്റിയിൽ പോയി ചെയ്തിട്ട് മാറ്റി എഴുതുന്നതിനോടൊന്നും എനിക്ക് സ്വാഭാവികമായിട്ട് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റി എടുക്കാനുള്ള അപേക്ഷകൾ കൊടുത്തു. ഒരു 2 ആഴ്ച കാത്തിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കോളം വന്നിട്ടുണ്ട്, മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേയധികം കമ്മ്യൂണിറ്റി ആളുകൾ പൈസ കണ്ടെത്തിയിട്ടായാലും അതല്ലെങ്കിൽ സർക്കാർ തലത്തിലായാലും ഇത്തരം ഒരു വീടോ അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലമോ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം ഇവർക്ക് നാളെ ഒത്തിരി ആളുകൾ മുന്നിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ ദീപ്തി കല്യാണി വിളിച്ചിട്ട് പറഞ്ഞു, ഫൈസു അത് ചെയ്തത് നന്നായി, കാരണം ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാനും ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു. അതിനു മുമ്പ് തന്നെ വൈഗ സുബ്രഹ്മണ്യം, നമ്മുടെ കോഴിക്കോട്ടുകാരി, അവരും പറയുന്നുണ്ട്. അവർ ഓൾറെഡി ഫേസ്ബുക്കിൽ ഞാൻ അപ്ഡേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ വാടക വീടുകൾ കയറി ഇറങ്ങി മടുത്തു, ഇനി സ്വന്തമായിട്ടൊരു വീടും സ്ഥലവും വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ സ്ഥലം മേടിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിരുന്നെങ്കിൽ ഈ ഒരു കോളം മാറിയേനെ. പക്ഷേ അത് മാറാത്തത് കൊണ്ടാണ് ഞാൻ അവരെ വിളിച്ച് ഡയറക്റ്റ് ചോദിച്ചു, നിങ്ങളത് മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഞാൻ കരാറ് മാത്രമേ എഴുതി വെച്ചേക്കാണ്, അത് മാറും എന്നുള്ളത്. അപ്പോൾ അവർ ഓടിപ്പോയി ജില്ലാ കളക്ടറെ കാണുന്നു, കോഴിക്കോട് ജില്ലാ സാമൂഹ്യനിധി ഓഫീസറെ കാണുന്നു. അവരോടുത്ത് പറയുന്നു ഇങ്ങനെ ഞാനും ഇത് രജിസ്റ്റർ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ആളുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്, സ്വന്തമായിട്ട് ഭൂമിയും സ്ഥലവും ഒക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ, ട്രാൻസ് ഐഡന്റിറ്റിയിൽ തന്നെ. അപ്പോൾ അത്രയും ആളുകൾക്ക് ഒരു പ്രചോദനമാകുന്ന ഒരു വകുപ്പിന്റെ തന്നെ ഒരു കോളം മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. ഇതാദ്യം ഈ തുടക്കകാലത്ത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിള് നേരിട്ടിട്ടുണ്ട്. താങ്കൾ മാത്രമല്ല, ലോകത്തുള്ള ഇവിടുത്തെ കേരളത്തിലുള്ളതെന്ന് മാത്രമല്ല, ഈ ലോകം മുഴുവൻ അനുഭവിക്കുന്ന വ്യക്തിത്വം അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ പ്രശ്നമുണ്ട്, അസ്തിത്വ പ്രശ്നമാണത്. എന്തൊക്കെ വെല്ലുവിളി ആ ഒരു സമയത്ത്? ഒരുപാട് പോലീസിൻ്റെ കയ്യിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പരസ്യമായിട്ട് സെക്സ് വർക്ക് നടത്തി ജീവിക്കാൻ വേറെ തൊഴിലില്ലാതെ MBA കഴിഞ്ഞവർ വരെ ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്, ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സാഹചര്യം? താങ്കളുടെ ആ ഒരു പ്രശ്നം എന്തായിരുന്നു ആ സമയത്ത്?
അതായത് ഒരുപാട് ഇപ്പം നമ്മളിപ്പോൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു പാട്രിയാർക്കൽ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് ഭൂരിഭാഗവും ഉള്ളത്. പ്രത്യേകിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഉള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സദാചാര ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മളെ വേട്ടയാടുന്ന ഒരുപാട് ആളുകൾ, ഒരു പ്രത്യേക മതവിഭാഗങ്ങൾ നമ്മൾക്ക് എതിരെ തന്നെ വന്നിട്ടുണ്ട്. സൈബർ അറ്റാക്കുമായിട്ടൊക്കെ, സൈബർ ബുള്ളിങ്ങുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ തൊട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് അധികാരികളൊക്കെ തന്നെ ആയാൽ പോലും അവർക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വിഭാഗം മനുഷ്യരെ തന്നെ. ഇപ്പോൾ സുപ്രീം കോടതി 2014 നാൽസ ജഡ്ജ്മെൻറ്റിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ എല്ലാ അവകാശങ്ങളോട് കൂടി സ്വീകരിക്കണം, അല്ലെങ്കിൽ മനുഷ്യരെ ചേർത്ത് നിർത്തണം എന്ന് പറയുമ്പോൾ പോലും അത് പാലിക്കപ്പെടേണ്ട, പണിയെടുക്കേണ്ട മനുഷ്യരായിട്ടുള്ള പോലീസ് പോലും പലപ്പോഴും നമ്മളോട് വിമുഖത കാണിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, പിന്നെ സെക്സ് വർക്ക് ചെയ്ത കമ്മ്യൂണിറ്റി ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടയ്ക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോൾ പോലും നമ്മൾക്ക് 2014 നാൽസ ജഡ്ജ്മെൻറ്റ് വരികയും 2015 കോൺഗ്രസ് സർക്കാരാണ് കേരള ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നത്. MK മുനീർ അദ്ദേഹത്തിൻ്റെ ഒക്കെ നിലപാട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മൾക്കൊരു ട്രാൻസ്ജെൻഡർ പോളിസി ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, സാധാരണ ഇപ്പോൾ മാർപ്പാപ്പ വരെ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കുന്നു, സ്വർഗ അനുരാഗികളെ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഏറ്റവും യാഥാസ്ഥിതികമായിട്ട് മൗലികമായി ചിന്തിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി വരെ ചെറുപ്പക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അവര് ഈ സമൂഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ തെറി വിളിക്കുന്നവർ ഇപ്പൊ ചേർത്ത് വിളിക്കുന്നു തോന്നലുണ്ടോ? അതായത് ഇപ്പം നമ്മൾക്കറിയാം, നമ്മളുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന MK മുനീർ സാഹിബ് 2015 കാലഘട്ടത്തിൽ ഒരു സ്നോബോൾ ടെക്നിക്ക് പ്രകാരമുള്ള ട്രാൻസ്ജെൻഡർ സർവേ കൊണ്ടുവരികയും സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് അത്രയും സർവേ നടത്തുകയും ട്രാൻസ്ജെൻഡർ പോളിസിയും കൊണ്ടുവന്ന ഒരാളാണ് അദ്ദേഹം. ഇന്ന് ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ്. കാരണം എന്താണ്, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു സംഘടനയാണ്. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇത്രയും പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത്രയും പോളിസികൾ തയ്യാറാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഭരണം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് ഒതുങ്ങി പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന അവിടുത്തെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെയാവുമ്പോൾ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്ത് അദ്ദേഹം പുരോഗമന ആശയം ഇല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ സോഷ്യലായിട്ട് ഇടപെടാത്ത ആളോ ഇത്രയും അറിവുകളില്ലാത്ത ആളോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഗതികേടും നിവൃത്തികേടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇനിയും ആ പാർട്ടിക്കകത്ത് നിന്ന് മത്സരിക്കാനും ഇനി ഒരു ഭരണം കിട്ടുവാണെങ്കിൽ മന്ത്രിയാവാനൊക്കെ കഴിയണമെങ്കിൽ ഈ പറയുന്ന ഭൂരിഭാഗം വരുന്ന മത സദാചാര ആളുകളുടെ വോട്ട് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഞങ്ങളെ തള്ളി പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഭംഗിയായിട്ട് അധികാരം കയ്യിലുള്ളപ്പോൾ ആ കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം, എല്ലാ പോലീസുകാരെയും ഞാൻ പറയുന്നില്ല, കുറച്ചധികം പോലീസുകാർ ഇപ്പോൾ വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കുകയും നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല. പക്ഷെ മറ്റൊരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സിനെ രാത്രി നമ്മൾ ഇറക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അത്രയും നേരം ഭക്ഷണം കഴിക്കാതെ നിന്ന കമ്മ്യൂണിറ്റി ആളുകൾ വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ അതായത് പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ ക്ലോസറ്റ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കൊക്കെ ഉള്ള വെള്ളം അതിൽ നിന്ന് എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞിട്ടുള്ളത് നേരിട്ട് അനുഭവിച്ച ചരിത്രം വരെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യരാണ് നമ്മളുടെ ജീവിതം തന്നെ സമരമാണ്. ജീവിത അവസാനം വരെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലവും വീടും വേണം എന്നുള്ളൊരു ആശയത്തിലേക്ക്. നാളെ എപ്പോൾ നമ്മൾ ഒറ്റപ്പെടും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നോക്കൂ, ഞാനൊക്കെ ഒരു കോസ്റ്റൽ ഏരിയയിൽ, ഒരു മുസ്ലിം മെജോറിറ്റി ഏരിയയിലാണ് ഞാനൊക്കെ ജനിച്ച് വളർന്നിട്ടുള്ളത്. നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യപരമായിട്ടുള്ള ആക്സെപ്റ്റൻസിനെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന, അതായത് നമ്മുടെ സഹോദരങ്ങളായാലും നമ്മളെ കുടുംബങ്ങളായാലും നമ്മളുടെ ബന്ധുക്കളായാലും നമ്മുടെ നാട്ടുകാരായാലും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയിലുള്ള
ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല മനുഷ്യരും എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നോക്കൂ, ഇത്രയും ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന, അതല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ LGBTIQ മനുഷ്യരൊക്കെ തന്നെയും ഫേക്ക് ആണെന്നും അതിനൊരു ശാസ്ത്രീയ വശമില്ല എന്നൊക്കെ വാദിച്ചുകൊണ്ട് കുറേയധികം ഒരു പ്രത്യേക മതവിഭാഗം ആളുകളൊക്കെ നമുക്കെതിരെ സൈബർ ബുള്ളിങ് നടത്തുകയും സൈബർ ബുള്ളിങ് നടത്തുക, കമ്മ്യൂണിറ്റിയിൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ വിസിബിളായിട്ട് നിൽക്കുന്ന മനുഷ്യരെ ഡിബേറ്റിന് വിളിക്കുക. എന്നിട്ട് ഡിബേറ്റിന് വിളിച്ചിട്ട് ഇവരെന്താ ചെയ്യുക, ഇവരുടേതായിട്ടുള്ള കുറച്ച് വാട്സപ്പ് ചോദ്യങ്ങൾ കുറേ കുട്ടികളെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇരുത്തുക, അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക. എന്നിട്ട് ഈ ചോദിക്കുന്ന ഭാഗവും ഈ പറയുന്ന പിന്നെ എന്താ പറയുക എതിർ വിഭാഗം ആളുകൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അവരുടെ ഭാഗം മാത്രം ഷൂട്ട് ചെയ്തിട്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും മാത്രം ഷൂട്ട് ചെയ്തിട്ട് സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുക. LGBTIQ രാഷ്ട്രീയത്തെ തച്ചു തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ചില ആളുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ NSS ക്യാമ്പിന് എതിരെ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് അതിനൊക്കെ നടപടി എന്തോ സമസ്തയല്ല, അത് ഒരു യെസ് കേരള എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവര് പറയുന്നത് അതായത് വഴിതെറ്റുന്ന ചെറുപ്പക്കാരെ വഴികാട്ടിയാക്കാൻ വേണ്ടി എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മളുടെ പ്രവീൺനാഥ് മരിച്ച സമയത്ത് പ്രവീൺനാഥിൻ്റെ വീട്ടിൽ പോയിട്ട് പ്രവീൺനാഥിനോടെ സഹോദരങ്ങളോട് അതൊരു പെൺകുട്ടിയായിട്ട് വളരേണ്ട ആളായിരുന്നു അവർ ആ ഇൻട്രോയിൽ തന്നെ അവർ അഭിസംബോധന ചെയ്യുന്നത് അതൊരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ തന്നെയാണ്. അവർ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു ട്രാൻസ്മെന്റ് ഐഡന്റിറ്റിയിൽ വന്ന് ബോഡി ബിൽഡറൊക്കെ ആയി മാറി അത്രയും സ്ട്രഗിൾ ചെയ്ത് അവരുടെ ഐഡന്റിറ്റിയെ നമ്മളോട് പറഞ്ഞ് സംവദിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെയാണ് അവർ അത്തരത്തിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ മതാചാര സദാചാര സങ്കല്പങ്ങളിലേക്ക് പുറത്തു പോകുന്ന കുറച്ചും കൂടി പുരോഗമനപരമായിട്ട് വരുന്ന ഒരു സംസ്കാരത്തെയൊക്കെ ഇല്ലായ്മ ചെയ്യുക. അത് ഇവരുടെ ഈ പറയുന്ന മതത്തിൻ്റെയൊക്കെ ചില അജണ്ടകൾ തകർക്കപ്പെടുമെന്നുള്ള അന്ധമായ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഇത് ഇത്തരം ഈ വെട്ടുകിളി കൂട്ടങ്ങൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അതിപ്പം പേരെടുത്ത് പറയാണെങ്കിൽ ക്രിസ്ത്യൻസ് ഇല്ല, ക്രിസ്ത്യൻസ് ഇപ്പൊ മാർപ്പാപ്പ പോലും സ്വവർഗ വിവാഹത്തെ അനുകൂലിക്കുകയും സ്വവർഗ പ്രണയത്തെ അനുകൂലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ ദിവസം കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ക്രിസ്ത്യൻ ആളുകൾ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളുടെ തലയിലോട്ട് തന്നെ ഇത് വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ജിയോ ബേബിയെ അപഹസിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, അത് ഇപ്പോൾ കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഇത്തരത്തിലുള്ള പിന്നെ എന്താ പറയുക ഫോഴ്സ്ഫുൾ മാരേജിന് അടിമയായി പോവേണ്ട ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ അതിലെ ഒരു മാത്യു ദേവസി ഞാനാവേണ്ട ഒരാളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ എനിക്കവിടെ കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ഒരു ലൈഫ് പറ്റില്ല. എനിക്കതിന് ഞാനൊരു എന്താ പറയുക ഒരു ഹോമോസെക്ഷൽ ആണെന്നോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ പറയാൻ കഴിഞ്ഞു, അന്ന് തൊട്ടേ പറയാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിജയം. അതല്ലെങ്കിൽ ഞാനും ഒരു മാത്യു ദേവസിയായി തന്നെ ഞാൻ ഇപ്പോഴും ജീവിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ പഴയകാല സുഹൃത്തുക്കളായിട്ടുള്ള കമ്മ്യൂണിറ്റി ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ അവർ സന്തോഷിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കുടുംബത്തിനകത്ത് നിന്നും ഒരിക്കലും കം ഔട്ടായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി പറഞ്ഞ് ജീവിക്കാനോ പുറത്തു വരാനോ കഴിയാതെ ഇന്നും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ പോളിസി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം 2009 പിന്നെ കേന്ദ്ര നിയമം നിലനിൽക്കുന്നുണ്ട്. ഇത്രയെല്ലാം നിയമങ്ങൾ നിലനിൽക്കുക. 2014 ട്രാൻസ്ജെൻഡർ പിന്നെ നാൽസ ജഡ്ജ്മെന്റ് നിലനിൽക്കുന്നുണ്ട്. ഇത്രയും ജഡ്ജ്മെന്റ് നിലനിൽക്കുകയും സർക്കാർ അനുകൂലമായൊക്കെ നിൽക്കുന്നതും ഈ സാഹചര്യത്തിലും ഇവിടെ LGBT മനുഷ്യരെ ഇപ്പോൾ NSS ക്യാമ്പിനെതിരെയൊക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. അതായത് ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ പല രീതിയിൽ എന്താ പറയുക സൈബർ ബുള്ളിങ് നടത്തി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോൾ ഹൈക്കോടതിയിൽ അവർ നിയമപരമായിട്ട് അതിൻ്റെ എന്താണ് നിയമവശം ഒരു കഴിഞ്ഞ മാസത്തെ ഒരു പ്രതിഷേധം നടത്തി. അതായത് സൈബർ ബുള്ളിങ് ഇത് വലിയൊരു പ്രശ്നമാണ്. കുണ്ടൻ എന്നൊക്കെ വിളിക്കുന്നു, അല്ലെങ്കിൽ അനാവശ്യമായ അസ്വാഭാവികമായ ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് ഒക്കെ ഇവർക്ക് ആരാണ് കൊടുക്കുന്നത്? അല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്രയും നിയമങ്ങൾ മാറിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ബില്ല് നിലനിൽക്കുന്ന കേന്ദ്ര ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ബില്ല് നിലനിൽക്കുന്ന ഇവിടുത്തെ ഒരു എന്താ പറയുക പോളിസി നിലനിൽക്കുന്ന പലവിധ വകുപ്പുകൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പല ആനുകൂല്യങ്ങളും എന്താ പറയുന്ന ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളത് ഇതിന് ആക്ഷൻ എടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്.
അവരെ കണ്ടെത്തേണ്ടതും ആക്ഷൻ എടുക്കണം. കാരണം നമ്മളെയൊക്കെ സൈബർ ബുള്ളിങ് നടത്തി അതായത് ഇവർ ഉദ്ദേശിച്ചത് ഇവരധികം പേരൊന്നുമില്ല, ഇവർ കുറച്ച് പേരാണ്. ഈ കുറച്ച് പേര് ഒരുപാട് ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ നിന്നും ഓരോ മെസ്സേജുകൾ തന്നെയാണ് ഈ തെറിവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ തെറിവിളി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റി ആളുകളെ ഇങ്ങനെ സൈബർ ബുള്ളിങ് നടത്തി മാനസികമായി അവരെ വിഷമിപ്പിച്ച് അവരുടെ ഇടങ്ങളിലൊക്കെ ചെന്ന് അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ച് ഇവരെ ആത്മഹത്യയിലേക്ക്, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന സംഘടനയിൽ ഒരാൾ പറയുന്ന ഒരു വോയിസ് നോട്ട് എൻ്റെ കയ്യിലുണ്ടോയെന്ന് അറിയില്ല, അതിപ്പോൾ നോക്കണം. അവർ പറയുന്നുണ്ട്, അടുത്ത ഒരു പ്രൈഡ് വരുമ്പോഴത്തേനും, അടുത്തൊരു പ്രൈഡ് വരുന്ന സമയത്ത് ഒരു 4 ട്രാൻസ്ജെൻഡേഴ്സെങ്കിലും ആത്മഹത്യ ചെയ്യുന്നത് കാണാനാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് അതായത് ഇവരങ്ങനെ സൈബർ ബുള്ളിങ് നടത്തി ആളുകളെ കൊല്ലും എന്നുള്ളതാണ്, ഒറ്റപ്പെടുത്തി കൊല്ലും മാനസികമായിട്ട്. ഇങ്ങനെ ഒരു വിഭാഗം ഇറങ്ങിയിരിക്കുന്നത്, ഡിബേറ്റിന് വിളിക്കുന്ന ഒരു ഭാഗം ഇറങ്ങിയിരിക്കുന്നു. ഇപ്പതാ ഇതൊന്നും നടക്കുന്നില്ല, ഹൈക്കോടതിയിൽ പരാതി ചെന്നു, ഹൈക്കോടതി വിളിപ്പിച്ചു, കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ കേരളത്തിലെ രക്ഷകർത്താക്കളെ സംഘടിപ്പിച്ച് ഇതിനെതിരെ കൊണ്ടുവരണം. അതായത് ഈ NSS ക്യാമ്പിലൊക്കെ ഇത്രയും ജെൻഡർ സെൻസിറ്റൈസേഷന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്രയും പഠനങ്ങളോ പ്രോഗ്രാമുകളോ ഒക്കെ നിർത്തലാക്കിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രക്ഷിതാകർത്താക്കളെ. ഇനി വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യം, ഫൈസൽ ഫൈസുവിലേക്ക് എത്തിയൊരു വഴിയുണ്ടല്ലോ, എത്രാം വയസ്സിലാണ് സ്വന്തം അസ്തിത്വം തിരിച്ചറിഞ്ഞ് മാറുന്നത്? അത് സാധാരണ ട്രാൻസ്ജെൻഡർ കുടുംബങ്ങളിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടേക്കാണ്. ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്, പിന്തുണയുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാം, എത്രാം വയസ്സിലാണ്? അതായത് ഞാൻ ഒരിക്കലും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം അവർക്കെല്ലാം എൻ്റെ നടത്തത്തിലും സംസാരത്തിലൊക്കെ പലപ്പോഴും അവരിങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ കോൺക്രീറ്റ് പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോയിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ കുടുംബത്തെ നോക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടപ്പുറപ്പുകളെയൊക്കെ നോക്കുന്ന രീതിയിലുള്ള ചെറുപ്പം മുതൽ തന്നെ ഞാനത് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിൽ കടന്നു വന്നത് കൊണ്ട് തന്നെ എനിക്ക് വീട് വിട്ട്, അതായത് പല സാഹചര്യങ്ങളിലും വീട്ടിൽ നിന്നും ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ വീട് വിട്ടു പോവാനോ നാട് വിട്ടു പോകാനൊന്നും തയ്യാറായില്ല. അവിടെ തന്നെ നിന്നുകൊണ്ട് ഞാൻ അവരെ കാര്യങ്ങളെ സെൻസിറ്റൈസേഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ, ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി ജീവിക്കുന്ന സുഹൃത്തുക്കളെ, അതായത് അവരുടെ ഉള്ളിലുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മകൻ മാത്രം ഇങ്ങനെ എന്നുള്ള ഒരു വിഷമമായിരിക്കും അവരുടെ ഉള്ളിലുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, ഒരു കൂട്ടം മനുഷ്യർ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് എൻ്റെ പല ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരാൾ മാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ അനിയൻ മാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ മാത്രമല്ല, ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ തന്നെ ഉണ്ടെന്നുള്ളത് വീട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ, അതായത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റ് വർക്കുകളും കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളോട് സംവദിക്കാനും, അപ്പം അതുപോലെ തന്നെ വിബ്ജിയോർ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സംഘാടക സമിതിയിലേക്ക് അംഗമായി തിരഞ്ഞെടുക്കുകയും അതുവഴി പല കാര്യങ്ങളിലും ഏർപ്പെട്ടു, ഇടപെടാൻ പറ്റി. പിന്നെ NAPM, നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റ്, മേധാ പട്കറാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ പ്രൊസീഡിയം മെമ്പർ ആവാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മേഖലയിലൂടെ കടന്നു വന്നു. 2007 കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് അവാർഡ് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ പോണ്ടിച്ചേരി ആരണ്യ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബയോഡൈവേഴ്സിറ്റി അവാർഡ് കിട്ടി. എന്നാണ് ഇനി ഇപ്പൊ വസ്തു വാങ്ങി, ഇനി എന്നാണ് അവിടെ ഒരു ഗൃഹപ്രവേശനത്തിലേക്ക് ഞങ്ങൾക്ക് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇനിയിപ്പോ എന്തായാലും ഇത് വാങ്ങിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഒരു വീടും കൂടിയുണ്ട്. വാങ്ങിച്ച സ്ഥിതിക്ക് എന്നല്ല, ഇത് തന്നെയാണ് എൻ്റെ ആഗ്രഹമായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇപ്പൊ നമ്മളിപ്പോ അത് കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ നമ്മളെ നോക്കാനും നമ്മളുടെ കൂടെ നിൽക്കാനൊക്കെ ആൾക്കാരുണ്ടാവും, ഇല്ലേ? അപ്പോൾ അത് കാലം കഴിയുമ്പോൾ നമ്മുടെ ആളുകൾ തന്നെ, നമ്മുടെ കൂടപ്പുറപ്പുകൾ തന്നെ അത് എടുക്കട്ടെ. പക്ഷെ എന്നാൽ പോലും ഇനിയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് മിഷനിൽ വീടിന് അപേക്ഷിക്കണം, ആ വീട് മേടിച്ചെടുക്കണം. അത് അവകാശമായിട്ട് കാണുന്നു ഞാൻ. അതായത് ഒരു അവകാശങ്ങളും ഇതുവരെ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. കാരണം ഇപ്പോഴും നമ്മുടെ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞാൻ വായിച്ചിട്ടുള്ള ഒരു സംഗതി ചോദിക്കട്ടെ, അതായത് 2011 ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പോ
ലൈഫ് മിഷനിൽ ഇതുവരെ ഒരാൾക്കും താര എന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഇതിനു വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരെ അർഹതപ്പെട്ടതിന് വേണ്ടി പോരാടി വാങ്ങിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയുന്നത്. അവർക്ക് ഇപ്പോഴിത് കിട്ടിയിട്ടുണ്ടോ? എന്താണ് അതിന്റെ അവസ്ഥ? കിട്ടിയിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ഐഡന്റിറ്റി ട്രാൻസ് എന്നുള്ളതിലല്ല രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, മെയിലായിട്ട് തന്നെയാണ്. അത് ആ സമയത്ത് അങ്ങനെ ഒരു കോളം ഇല്ല. അത് മാറ്റാൻ നിന്ന ഈ ഒരു ആനുകൂല്യത്തിന്റെ സമയം കഴിഞ്ഞു പോയാൽ പിന്നെ കിട്ടില്ല. കേരളത്തിലൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അംഗബലം അല്ലെങ്കിൽ അംഗസംഖ്യ എത്രത്തോളം ഉണ്ടെന്ന്, അല്ലെങ്കിൽ വെളിപ്പെടുത്തി ഐഡന്റിറ്റി പുറത്തു വന്ന ഒരു എത്ര കണക്ക് സർക്കാരിന്റെ മുന്നിലുണ്ട്, എത്ര പേരുണ്ടെന്നുള്ളത്? ഇല്ല, നമുക്കത് ഇപ്പോൾ കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ജീവിക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. പക്ഷെ സോഷ്യൽ ഇഷ്യൂ പേടിച്ചിട്ട്, അല്ലെ കുടുംബത്തിലൊക്കെ ഇഷ്യൂ ആവുമെന്ന് പേടിച്ചിട്ട് ഈ സർക്കാർ കൊടുക്കുന്ന തിരിച്ചറിയൽ രേഖകളൊന്നും എടുക്കാതെ തന്നെ നിൽക്കുന്ന ഭൂരിഭാഗം മനുഷ്യരാണ് ഉള്ളത്. സർക്കാരിന്റെ കണക്കിൽ തുച്ഛമായ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. പക്ഷെ അവർക്കൊക്കെ ഷെൽട്ടർ ഉണ്ടോ? അവർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഇല്ല. ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണല്ലോ. കേരളത്തിൽ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ കോളം കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ ആർക്കും സ്വന്തമായിട്ട് ട്രാൻസ് ഐഡന്റിറ്റിയിൽ ഒന്നും ഇല്ല എന്നുള്ളത് ഇവിടെ തന്നെ വെളിപ്പെട്ട് കഴിഞ്ഞതാണല്ലോ. ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരു ഷെൽട്ടർ ഈ അടുത്ത സമയത്ത് കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്നു, പ്രവർത്തനം ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ? ഷെൽട്ടർ ഹോം അവിടെ ഇപ്പോഴും കുട്ടികളുണ്ട്. ഞാനിപ്പോൾ കുറേ ആയിട്ട് അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ജെൻഡർ ആത്മഹത്യകൾ 8 പേരിലധികം ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് മരുന്ന മനുഷ്യരാണ്. ചേർത്ത് നിർത്തുന്ന ഒരു അവസ്ഥയില്ലല്ലോ ചെറുപ്പം മുതൽ തന്നെ. ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് വരുന്ന സമയത്തൊക്കെ തന്നെയും ഒറ്റപ്പെട്ടു പോകും. ഈ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സർജറിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയും പല ആളുകളും ഹോർമോൺ തെറാപ്പി പോലെയുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹോർമോൺ തെറാപ്പിയൊക്കെ എടുത്തിട്ടാണ് സർജറിയിലേക്ക് പോകേണ്ടത്. പക്ഷേ ഈ ഹോർമോൺ തെറാപ്പിയൊക്കെ എടുക്കുന്ന സമയത്ത് കൃത്യമായ ഇടവേളകളിൽ അവർക്കൊരു കൗൺസിലിംഗ് പ്രോസസ്സ് ആവശ്യമാണ്. കാരണം അവരുടെ മെൻ്റൽ ഹെൽത്ത് ബിൽഡ് ചെയ്യണം. ഈ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ സർജറികളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട്. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഇതുണ്ട്, ഗൈഡ് ലൈൻ ഉണ്ട്. പക്ഷെ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. അതായത് ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നു, ഡോക്ടറെ പോയി കാണുന്നു, ഒരാഴ്ചക്കുള്ളിൽ തന്നെ അഡ്മിറ്റ് ആവാൻ പറയുന്നു, സർജറി നടക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ നടന്നു പോകുന്നത്. ശരിക്കും ഇതിനൊരു കൗൺസിലിംഗ് പ്രോസസ്സ് തന്നെ അവരുടെ മെന്റൽ ഹെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണം. ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് തന്നെ ഒരു എലൈറ്റ് ഗ്രൂപ്പും ഒരു സാധാരണപ്പെട്ട സമൂഹം ജീവിക്കുന്ന ആ ഒരു തട്ടിലേക്ക് പോകുന്നു വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, അത് കോൺട്രവേഴ്സി പേടിച്ചിട്ടാണോ ഒരു പക്ഷേ അത് പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ട്? അല്ല, കോൺട്രവേഴ്സി പേടിച്ചിട്ടെന്നുള്ളതല്ല. മെയിനായിട്ട് അതിനകത്ത് കുറേ സംസ്കാരങ്ങളൊക്കെ എഴുതി ചേർന്നിട്ടുണ്ട്. ഒരു ഹിജറ കൾച്ചർ എന്നൊക്കെ പറയുന്ന ഒരു സംസ്കാരം ഒക്കെ എഴുതി ചേർന്നിട്ടുണ്ട്. അപ്പോൾ പഴയ ഒരു എന്താ പറയുക, പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അവരോട് മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് സൗഹൃദങ്ങൾ വളരെ അധികമായി, പലവർക്കും പല രീതിയിലുള്ള കൾച്ചറുകളായി. നമ്മൾ ഇതിനകത്തൊന്നും നിൽക്കുന്ന ഒരാളല്ല, കൾച്ചറിനകത്തൊന്നും നിൽക്കുന്ന ഒരാളല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മതങ്ങളൊക്കെ തന്നെയും നമ്മളെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. മതങ്ങളൊക്കെ ഒരു തരത്തിൽ ചിലവർ അംഗീകരിച്ച് വരുന്നു, ചിലവർ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ദുരാചാരങ്ങളും അനാചാരങ്ങളെയൊക്കെ വെടിഞ്ഞിട്ടാണ് നമ്മൾക്ക് നമ്മളുടെ ഐഡന്റിറ്റി ഇവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റിയിട്ടുള്ളത്. വീണ്ടും ഈ പറയുന്ന പാട്രിയാർക്കൽ മേലങ്കി എടുത്ത് അണിയാൻ നമ്മളെ കൊണ്ട് വയ്യാത്തത് കൊണ്ട് തന്നെ ഇത്രയും കൾച്ചറുകളിലേക്കൊന്നും പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ കൾച്ചറുകളുടെ ഒക്കെ ഭാഗമായിട്ട് ചില ആളുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ സംഘടനകൾ പിടിമുടുക്കുന്നുണ്ട്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ നോമിനിയായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് സംഘടനകൾ കൃത്യമായിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? അത് നിലവിലിപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സംഘടനകൾ ആവശ്യമാണ്. ഒരു പ്രതിപക്ഷത്തിനൊരു ഒരു ഭരണപക്ഷത്തിനൊരു പ്രതിപക്ഷം ആവശ്യമാണ്. കാരണം പ്രതിപക്ഷം ബഹളം വെക്കും തോറുമാണ് ഭരണപക്ഷത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ ഇവിടെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടി, കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്, ഒരു സംഘടന വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഘടനയും വന്നിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം
എന്താ പറയാ, പ്രതിപക്ഷം ബഹളം വെക്കുമ്പോൾ ഭരണപക്ഷം അത് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു പോളിസി മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. പക്ഷെ പലവരും അത് രാഷ്ട്രീയപരമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് മാത്രം, ഏത് അധികാരം വന്നാലും ഞങ്ങൾക്ക് മാത്രം, ഏത് ഓപ്പർച്യൂണിറ്റിയും ഞങ്ങൾക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം നമ്മൾക്കറിയാം, ഇവിടെ കഴിഞ്ഞ ഏകദേശം 1 വർഷം മുമ്പ് ഡയറക്ടറേറ്റിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നു. സംസ്ഥാന അല്ലെങ്കിൽ ജില്ലാതല ട്രാൻസ്ജെൻഡർ ജില്ലാ ജസ്റ്റിസ് ബോർഡുകളെ രൂപീകരിക്കാനായിട്ട് ഉത്തരവ് വരുന്നു. ഈ കേരളത്തിലുള്ള കമ്മ്യൂണിറ്റി ആളുകളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും NGOകളുടെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുള്ള മനുഷ്യരൊക്കെ തന്നെയും ഇതിന് നോമിനേഷൻ അയക്കുന്നു. പക്ഷെ ആ നോമിനേഷനൊക്കെ അവിടെ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഇവരിത് തൊട്ടു നോക്കിയില്ല. തൊട്ടു നോക്കാതെ അവർ പാർട്ടി അനുഭാവികളായിട്ടുള്ള മനുഷ്യരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ജില്ലാ ജസ്റ്റിസ് ബോർഡുകൾ രൂപീകരിച്ച് വെച്ചേക്കാം. ഞാൻ പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി വരുമ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. ഇതിപ്പോൾ കോൺഗ്രസ് വന്നു കഴിഞ്ഞാലും അവരുടെ അനുഭാവികളായിട്ടുള്ള കമ്മ്യൂണിറ്റി ആളുകളൊക്കെ തന്നെയും അധികാര സ്ഥാനങ്ങളിൽ വരിക. പക്ഷെ അത് ഇപ്പം സംഭവിക്കാൻ പാടില്ല. കാരണം നിലനിൽപ്പായിട്ടില്ലാത്തൊരു ജനവിഭാഗത്തിനെ ഇപ്പം തന്നെ രാഷ്ട്രീയവൽക്കരിച്ച് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.